നന്ദിനി 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 രാജുവേട്ടാ എഴുന്നേറ്റ്. എന്താ സാറേ? നന്ദിനി എവിടെ? നന്ദിനി മോള് കുറെ നേരമല്ലേ മോളിലേക്ക് പോയിട്ട്? നന്ദിനി മുറിയിലില്ല. ഞാൻ അവിടെയൊക്കെ തിരക്കി, കാണുന്നില്ല. അയ്യോ സാറേ, പിന്നെ എവിടെ പോയിരിക്കും സാറേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല സാറേ, അങ്ങനെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഒന്ന് നോക്കാം സാറേ, എല്ലായിടത്തും ഒന്ന്. വന്നേ, നമുക്ക് നോക്കാം. ഓ ശരി സാറേ. രാജുട്ടാ, ഈ സമയത്ത് കൊച്ചി ഇതെവിടെ പോയതാ? ഇതാ വരുന്നു സാറേ. എന്താ അച്ഛാ? അച്ഛാ, 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 അച്ഛാ ഒന്ന് വന്നേ. അച്ഛാ, എന്താടാ? അച്ഛൻ നന്ദിനെ കണ്ടോ? ഇല്ല. എന്താ? നന്ദിനി കുറെ മുമ്പ് മുറിയിലേക്ക് പോയതാണെന്ന് രാജുവേട്ടൻ പറയുന്നു. മുറിയിലില്ല അച്ഛാ. ഈ വീട് മുഴുവൻ ഏതാണ്ട് എല്ലായിടത്തും ഞാൻ നോക്കി, ഇവിടെ എങ്ങും ഇല്ല. ഈ നേരത്തെ പിന്നെ നന്ദിനി എവിടെ പോവാനാ? രാജു, ടെറസിൽ വല്ല തുണി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടോ? ഇല്ല സാറേ, ഉണ്ടായിരുന്നതൊക്കെ വൈകുന്നേരം തന്നെ എടുത്തു സാർ. അച്ഛാ, നന്ദിനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അയാളെ അപമാനിക്കുന്ന വിധത്തിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായോ? പറയച്ചാ. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല, എന്നെ നോക്കണ്ട. പിന്നെ അവളെ അന്വേഷിച്ച് അത്ര ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട. അവൾ ആ ഹരിതയുടെ റൂമിലുണ്ട്. ഹരിതയുടെ മുറിയിലോ? അവിടെ എന്താ അയാൾക്ക് കാര്യം? അതൊന്നും എനിക്കറിയില്ല. ഹരിതയ്ക്ക് തനിച്ചടക്കാൻ പറ്റുന്നില്ല, അവൾക്ക് കൂട്ടുകിടക്കാൻ പറഞ്ഞു. അച്ഛാ, എന്താ അച്ഛാ ഇതിന്റെ അർത്ഥം? ഇത്രയും ദിവസം ഈ വീട്ടിൽ ഹരിത തനിച്ചല്ലേ കിടന്നിരുന്നത്. പെട്ടെന്നൊരു ദിവസം ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവക്ക് കൂട്ട് കിടക്കാൻ നന്ദിനി വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഇത് അവളുടെ പ്ലാൻ അല്ലല്ലോ, ഇത് മറ്റാരോ തീരുമാനിച്ചല്ലേ? പത്മ, എന്താ വാസ്തവത്തിൽ നടന്നത്? എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നന്ദിനിയോട് അവളുടെ റൂമിൽ കിടക്കാൻ പറഞ്ഞത് ഇന്ദ്രജ കേട്ടു. അത്രേ എനിക്കറിയൂ. എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർക്ക് പോയി അന്വേഷിക്കാം. ഇങ്ങോട്ട് നോക്ക്. സ്വന്തം ഇഷ്ടപ്രകാരം എന്തായാലും നന്ദിനി ഹരിയുടെ മുറി പോയി കിടക്കില്ല. അതിനെ ആരെങ്കിലും അവളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ നന്ദിനിയോട് ചോദിച്ചു നോക്കാം. നന്ദിനി ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തന്നാല് അയാൾ ഇന്ന് ഉറങ്ങില്ല. അതിനി എത്ര വലിയ ആളായാലും. എന്നെ ഭീഷണിപ്പെടുത്തുന്നതാണെങ്കിൽ അത് മതി. പിന്നെ ഇത് ഇത്ര കാര്യമായിട്ട് കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യമില്ല. വീട്ടുവേലക്കാരികളോട് ചിലപ്പോ അങ്ങനെയൊക്കെ ആളുകൾ ആവശ്യപ്പെട്ടെന്നിരിക്കും. അത് വീട്ടുവേലക്കാരികളോട്? നന്ദിനി വീട്ടുവേലക്കാരി അല്ലെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോഴും ഞാൻ പറയുന്നു, ഷീസ് മൈ വൈഫ്. നന്ദിനെ അടിമയാക്കി വെക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല. ഞാൻ അയാളൊന്ന് കാണട്ടെ, എന്നിട്ടാവാം ബാക്കി. പത്മ, എന്താ ഇതൊക്കെ? പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തനിക്ക് സമാധാനം കിട്ടില്ലേ? ശ്ശോ, പ്രശ്നങ്ങൾ എന്തുണ്ടായാലും അത് ഞാൻ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ആദ്യം അങ്ങോട്ട് മാറ്റി വെക്ക്. അവൻ എത്ര ആലങ്കാരികമായിട്ട് പറഞ്ഞാലും അവൾ ഈ വീട്ടിലെ വേലക്കാരി തന്നെയാ. തറ തുടയ്ക്കാൻ പറഞ്ഞ തറ തുടയ്ക്കണം, കാല് തുടയ്ക്കാൻ പറഞ്ഞ കാല് തുടയ്ക്കണം, നിലത്ത് പാവിരിച്ച് കിടക്കാൻ പറഞ്ഞ അതും ചെയ്യണം. അത് അവളുടെ ജന്മദോഷം. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നന്ദിനി, നന്ദിനി, നന്ദിനി എണീറ്റ് വരാനല്ലേ പറഞ്ഞേ? നന്ദിനി, നന്ദിനി, എന്താ ഇത്? എടോ, താൻ എന്താണോ ഈ റൂമില്? സർ, അത് എടോ, തനിക്ക് വേണമെങ്കിൽ ഇവിടെ ഉറങ്ങാൻ എത്ര സ്ഥലങ്ങളുണ്ട്. നമ്മുടെ മുറിയിൽ എന്താ പ്രശ്നം? പിന്നെ താൻ എന്തിനാ ഇന്നലെ ഇവിടെ വന്ന് കിടന്നത്? സർ, അത് എന്നോട്. ഞാനിങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. സർ, ഞാൻ ഇവിടെ സർ വീട് സർ, ഞാൻ പറയട്ടെ സർ. തന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു? ഇവിടെ ഇതെവിടെ പോയി? സർ, സർ വീട് സർ. നന്ദിനി, എന്താ സംഭവിച്ചത്? എന്തിനാ താൻ അവിടെ ചെന്ന് കിടന്നത്? ഞാൻ പറഞ്ഞാ മതിയോ സൂര്യ? ഇന്ദ്രജെ, ഇതിപ്പോ പകലെന്നില്ല പാതിരാത്രി എന്നില്ല, ഇപ്പൊ എന്താ സംഭവം? ഇവൾ എന്റെ റൂമിൽ ഉറങ്ങിയതിന്റെ കാരണമാണ് സൂര്യക്ക് അറിയേണ്ടതെങ്കിൽ ഇവളോട് ഞാനാ പറഞ്ഞത്, ഞാനാ നിർബന്ധിച്ചേ. നന്ദിനി, നിന്റെ മുറിയിൽ ഇരിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നേ? ഞാൻ ഈ വീട്ടിലെ ഗസ്റ്റ് അല്ലേ സൂര്യ? ഗസ്റ്റ്